താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഭക്തന്മാരുടെ മീൻസ് പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹവും അല്ല ആവശ്യവും, അതെ ആവശ്യവും ഈ ലോകത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ദുഷ്ടലോകത്തിൽ ദുഷ്ടത മാത്രം പ്രവർത്തിക്കുന്ന, അത് മാത്രം കൈമുതലായ, പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട് പിശാചിന്റെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന ദുഷ്ട മനുഷ്യരുടെ, അതെ ആ ദുഷ്ട മനുഷ്യരുടെ മധ്യത്തിൽ ജീവിക്കുവാനും ജീവിച്ച് നിലനിൽക്കുവാനും അവരിൽ വ്യാപരിക്കുന്ന പിശാചിനെയും അവന്റെ പ്രവൃത്തികളെയും ജയിക്കുവാനും ശക്തി ആഗ്രഹമല്ല, അത് ആവശ്യമാണ്. ആ ശക്തി എവിടെ നിന്ന് കിട്ടും? നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണങ്ങളിൽ നിന്ന്. അതുകൊണ്ട് ലോകത്തിലെ മനുഷ്യനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയും, മസിൽ പിടിച്ച് ഇടിച്ചുമൊക്കെ. പക്ഷേ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനുള്ള ശക്തി, ആ ശക്തിയെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്ന ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ബിബ്ലിക്കലായി അതിന് അഭിഷേകം എന്ന് പറയാം. നമ്മളെ ഈ ദുഷ്ടലോകത്തിൽ നിലനിന്ന് ദുഷ്ടനായ ശത്രുവിനോട് എതിർത്ത് നിന്ന് അവനെ ജയിക്കുവാൻ പ്രാപ്തമാക്കുന്ന ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമല്ലേ? ആവശ്യമാണ്. കാരണം പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് പോകുമ്പോൾ, പ്രാർത്ഥിച്ച് ആരാധിച്ച് വചനമൊക്കെ വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടും. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു, ആരാധിക്കുമായിരുന്നു, വേണമെങ്കിൽ 4 പേരോട് സുവിശേഷവും പറയുമായിരുന്നു. എപ്പോഴാണ്? എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭ നാളുകളിൽ. പക്ഷേ എനിക്കെന്തോ ഒരു കുറവ്, ഞാൻ ബലഹീനനാണെന്നൊരു ധാരണ. അത് ധാരണയല്ല, സത്യമായിരുന്നു. കാരണം ഞാൻ ഒത്തിരി ബൈബിൾ വായിക്കും. പക്ഷേ വായിച്ച് കുറച്ച് കഴിയുമ്പോൾ അവിശ്വാസം എൻ്റെ ഉള്ളിൽ കടന്നു വരും. ഇതിലെഴുതിയിരിക്കുന്നതൊക്കെ ഇതുപോലെ സംഭവിക്കുമോ? എവിടെ? ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആരുടെയൊക്കെ ജീവിതത്തിൽ, ഭക്തന്മാരുടെ ജീവിതത്തിൽ ഇന്ന് ഇതൊക്കെ സംഭവിക്കുമോ? ശക്തിയായി പ്രാർത്ഥിക്കും, ഉപവാസത്തോടെ തന്നെ. പക്ഷേ പ്രാർത്ഥന ഉപവാസവും കഴിഞ്ഞ് എഴുന്നേൽക്കും. എങ്കിലും ഒരു പ്രശ്നം കടന്നു വരുമ്പോൾ തളർന്നു പോകും. വീണ്ടും നിരാശ, അവിശ്വാസം, സംശയം, ഒരു ശക്തിയില്ല, ഒരു ഉറപ്പില്ല. പിശാച് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അതെല്ലാം ഉണ്ടാകുന്നു. ടെൻഷൻ, നിരാശ, ഭയം, അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലായി തുടങ്ങി, എന്തോ ഒരു കുറവ് എനിക്കുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് പോലെ എന്തോ ഒരു കുറവുണ്ട്. ശത്രുവിനോട് പരാജയപ്പെട്ടു പോകുന്നു, അവൻ്റെ മുമ്പിൽ വിശ്വാസ ജീവിതം തന്നെ അടിയറ വച്ചു പോകുന്നു, പ്രാർത്ഥനാ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്നു. അല്ലേ? പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷേ അവിശ്വാസം കടന്നു വരുന്നു, ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല, ശത്രുവിനെ ജയിക്കുവാനുള്ള ശക്തിയില്ല, ബലഹീനത, എന്തോ ഒരു കുറവ്. ആ കുറവ്, അതിന് പരിഹാരമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഭക്തനെ ശക്തനാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഉപവസിക്കുന്നവരായിരിക്കാം, ആരാധിക്കുന്നവരായിരിക്കാം, പലതും കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്നവരായിരിക്കാം. എങ്കിലും നിങ്ങൾ തളർന്നു പോകാതെ, നിങ്ങൾ ബലഹീനപ്പെട്ടു പോകാതെ, നിങ്ങളെ ജയിക്കുവാൻ ആഗ്രഹിക്കുന്ന പന്ന പിശാചിനെ ജയിക്കുവാൻ നിങ്ങൾക്ക് ശക്തി പകരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. എനിക്കും അത് ആവശ്യമായി വന്നു. ഞാൻ ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവായ യേശുക്രിസ്തു വചനത്തിലൂടെ എന്നോട് സംസാരിക്കുകയും അതിനെ ബേസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രാർത്ഥനയാണ് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. ശ്രദ്ധിക്കുമല്ലോ, നിങ്ങൾ ശക്തരായി മാറുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടുമ്പോഴാണ്. ഇവിടെ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം, ലാഗടുപ്പിക്കുന്നില്ല. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അഥവാ അഭിഷേകം നമ്മുടെ മേൽ വന്നാൽ പിന്നെ നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഒരു പ്രശ്നവും ഇല്ല എന്നല്ല. നിങ്ങൾ ഇപ്പോൾ നിലവിൽ എങ്ങനെ ആയിരിക്കുന്നുവോ, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, വെല്ലുവിളികളുണ്ട്, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണും. പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട നിങ്ങളുടെ ജീവിതം, ശക്തന്മാരായി മാറുന്ന നിങ്ങളുടെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ പൗലോസ് അപ്പോസ്തലൻ തന്നെ അത് വ്യക്തമായി പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം നോട്ട് ചെയ്തോളണമേ. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എങ്ങനെ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എൻ്റെ താഴ്ച പോയി, ഉയർച്ച വന്നു, എൻ്റെ കഷ്ടത പോയി, സന്തോഷം വന്നു, എൻ്റെ ബുദ്ധിമുട്ടുമെല്ലാം നീങ്ങിപ്പോയി എന്നല്ല,
അതിനെ ഒക്കെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ ശക്തി എന്നെ പ്രാപ്തനാക്കി തീർത്തു. പരിശുദ്ധാത്മാവിന്റെ ശക്തി. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നിൽ നിറയപ്പെട്ട ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ ആ താഴ്ചയിൽ തളർന്നു പോകാതെ ഞാൻ പിടിച്ചു നിന്നു. അത് തന്നെ ഇന്ന് നിങ്ങളായിരിക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങളെ തളർത്തിക്കളയുവാൻ വേണ്ടി, നിങ്ങളെ തകർത്ത് കളയുവാൻ വേണ്ടി പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതാണ്. തിരിച്ചറിയുക. അതിൽ നിങ്ങൾ തകർന്നു പോകുമ്പോൾ പിശാചിന്റെ ഇഷ്ടം വിജയിക്കും. എന്നാൽ നിങ്ങൾ ഭക്തനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയായി ആ പിശാചിരിക്കുന്ന പ്രശ്നങ്ങളിൽ തകർന്നു പോകാതെ നിൽക്കുമ്പോൾ പിശാചിന്റെ പദ്ധതി പരാജയപ്പെടും. നിങ്ങൾ ജയാളിയായി തീരും. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ താഴ്ചയിലിരിക്കുവാൻ, ഞാൻ ബുദ്ധിമുട്ട് സഹിക്കുവാൻ അതെ എനിക്ക് കഴിയും. ഞാൻ ശീലിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഔവിധത്തിൽ എന്നെ ശക്തനാക്കി തീർത്തിരിക്കുന്നു. രോഗത്തിന് എന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. ദാരിദ്ര്യത്തിന് എന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. കഷ്ടതയ്ക്ക് എന്നെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. സഹോദരി സഹോദര, നിങ്ങൾ ഇന്നായിരിക്കുന്ന ആ കഷ്ടതയ്ക്ക്, ആ രോഗത്തിന്, ആ ഇല്ലായ്മയ്ക്ക്, ആ പ്രതിസന്ധിക്ക്, ആ കടത്തിന് നിങ്ങളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല. എപ്പോൾ നിങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയുമ്പോൾ പിശാചിന്റെ പദ്ധതി തകർക്കപ്പെടും. ഒപ്പം തന്നെ അവിടെ വളരെ രസകരമായ മറ്റൊരു കാര്യവും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്താണത്? സമൃദ്ധിയിൽ ഇരിപ്പാനും ഞാൻ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സമൃദ്ധിയിൽ എങ്ങനെ ഇരിക്കണമെന്നും എനിക്കറിയാം. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പലരുടെയും ജീവിതത്തിൽ ഇന്നലകളിൽ സമൃദ്ധി കടന്നു വന്നു, നന്മയുണ്ടായിരുന്നു. ആ നന്മയുടെ സമയത്ത് എങ്ങനെ ഇരിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ആ നന്മ ഇന്ന് തിന്മയായി മാറി, ആ സമൃദ്ധി ഇന്ന് ദാരിദ്ര്യമായി മാറി. അല്ലേ? ചിലതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നന്മ കടന്നു വരുമ്പോൾ നമുക്കറിയത്തില്ല, നമ്മളങ്ങ് അകന്നകന്ന് പോകും. ഇതാണ് ശരി, എനിക്കെല്ലാമായി, ഞാനെല്ലാം തികഞ്ഞവനായി. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്കെല്ലാം ഉണ്ട്, ഞാനെല്ലാം തികഞ്ഞവനായി. അർത്ഥം നിങ്ങൾ വീഴുവാൻ പോകുന്നു. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞവന് താഴ്ചയിൽ മാത്രമല്ല സമൃദ്ധിയിലും എങ്ങനെ നിൽക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ ഉറച്ചു നിൽക്കണമെന്ന് അറിയുവാൻ കഴിയും. എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, അത് നന്മയാകട്ടെ അത് തിന്മയാകട്ടെ, ഭക്തനൊരു ബോധ്യമുണ്ടാകണം. ഞാൻ നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അത് തരുവാൻ പ്രാപ്തനായ കർത്താവിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ തിന്മയുണ്ടായാലും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കും. ഞാൻ ചോദിക്കുന്ന നന്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കും. സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുക. യെസ്, അത് തന്നെ, സ്ഥിരതയോടെ ഉറച്ചു നിൽക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കി തീർക്കുന്നത്. കഷ്ടതയിലും സുഖത്തിലും ദുഃഖത്തിലും ഏതവസ്ഥയിലും നമ്മെ ഉറച്ചു നിൽക്കുവാനും ശക്തരാകുവാനും പ്രാപ്തരാക്കി തീർക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഇനി കൂടുതൽ ഞാൻ ലാഗടിപ്പിക്കുന്നില്ല, ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന കർത്താവായ യേശു ക്രിസ്തു എന്നോട് സംസാരിച്ച ആ വചനങ്ങളിലേക്ക്. ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11 മുതൽ. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം കൊടുക്കും. 13 ശ്രദ്ധിക്കുക. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അധികം കൊടുക്കും. അപ്പോൾ ആ ബലഹീനതയെ അതിജീവിക്കുവാനുള്ള ശക്തി ദൈവത്തോട് യാചിക്കുന്നവർക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ യാചിക്കണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതും എനിക്ക് വെളിപ്പെടുത്തി തന്നു. ചുമ്മാ യാചിച്ചാൽ കിട്ടത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ അത്രയും മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ യാചിക്കൂ, നിങ്ങൾക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ തരും. പക്ഷേ ആവശ്യക്കാർ മനസ്സിലാക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, അവിടെ എന്താ കർത്താവ് പറയുന്നത്? ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, എങ്കിൽ ശ്രദ്ധിച്ചോളണമേ. ആർക്കാ കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നേ? ചുമ്മാ പ്രാർത്ഥിക്കുന്നവനോ, അങ്ങ് ആരാധിച്ച് എല്ലാം ആയെന്ന് പറയുന്നവനോ അല്ല. പിന്നെ ഒന്നുകൂടെ വായിച്ചു തരാം, ശ്രദ്ധിച്ചോ. നിങ്ങൾക്കത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായോട്ടോ ഒന്നുകൂടെ വായിക്കുന്ന. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ, നിങ്ങളിൽ നിന്ന് ചിലത് കിട്ടേണ്ടവർ ഈ ലോകത്തിലുണ്ട്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മയപ്പന്മാർ, നിങ്ങളുടെ സഹോദരങ്ങൾ,
അതെ, അവർക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ നിറവേറ്റുവാൻ അറിയുന്നു എങ്കിൽ, ചുമ്മാ ഭാര്യയും വേണ്ട, മക്കളും വേണ്ട, വീടും വേണ്ട, കൂടും വേണ്ടെന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പോയിരുന്ന് ഈ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് കുന്നിൻ്റെ മണ്ടയിൽ പോയി ഇരുന്ന് ഒറ്റക്കാലിൽ തപസ് ചെയ്യുന്ന ഋഷിമാർ, അതുപോലത്തെ പരിപാടിയൊന്നും, ആ സന്യാസ ജീവിതം ഒന്നും ക്രിസ്തീയ വിശ്വാസത്തിലില്ല. ക്രിസ്തീയ ജീവിതത്തിലെ സന്യാസം അവൻ ഭാര്യയോടും മക്കളോടും ഫാമിലി മാനായി ജീവിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിലെ സന്യാസം. അതല്പം പാടുള്ള കാര്യമാണ്. എല്ലാം ഇട്ടിട്ടോടാൻ എളുപ്പമാണ്. മക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം, കുടുംബം നോക്കണം, ഭർത്താവിനെ നോക്കണം, എല്ലാം വേണം സഹോദരി, എല്ലാം വേണം. പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഓടി നടന്നാൽ പറ്റത്തില്ല, എല്ലാം വേണം. ഉത്തരവാദിത്തങ്ങളെ നീ നിറവേറ്റണം. നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ നിറവേറ്റണം. എന്നിട്ട് ദൈവത്തോട് ചോദിക്കണം. നിങ്ങൾ അങ്ങനെ നിറവേറ്റുന്നു എങ്കിൽ, ദോഷികളായ നിങ്ങൾ, കുറവുകളുള്ള നിങ്ങൾ അങ്ങനെ നിറവേറ്റുന്നു എങ്കിൽ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം തരും. അപ്പോൾ ഒന്നാമത്തേത്, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർക്ക് ചെയ്യുവാനുള്ള കടമകളുണ്ട്, അത് ചെയ്യുക. നിങ്ങളുടെ മക്കളെ നല്ലവണ്ണം നോക്കുക, നിങ്ങളുടെ കുടുംബം നല്ലവണ്ണം നോക്കുക. അല്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ഭാര്യയും മക്കളും ഒന്നും കാണത്തില്ലായിരുന്നു. ഞാനും ആദ്യം ചിന്തിച്ച എങ്ങനെയാ, ലോകം വേണ്ട, ഒന്നും വേണ്ട, ദൈവമേ എന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവം പഠിപ്പിച്ച മര്യാദയ്ക്ക് താഴെ ഇറങ്ങി നിനക്ക് തന്ന നിന്റെ ഭാര്യയും മക്കളെയൊക്കെ നല്ലപോലെ നോക്കി മര്യാദയ്ക്ക് ജീവിതടാ, അപ്പോൾ ഞാൻ നിനക്ക് വേണ്ടത് തരാം. ആമേൻ. സത്യമാണ്. നിങ്ങൾ ബൈബിൾ വായിച്ച് നോക്ക്. ബൈബിളിൻ്റെ അന്തസ്സത്ത അതാ. എല്ലാം ഇട്ട് കളഞ്ഞിട്ട് ഓടുന്നവർക്കുള്ളത് പരിശുദ്ധാത്മാവല്ല, അതേതോ ദുരാത്മാവാണ്, പിശാചാണ്, പന്ന പിശാച്. ഭാര്യയും മക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളുടെ മുമ്പ് വന്ന് ഹ ഹ ഹ എന്ന് പറഞ്ഞ് തുള്ളിയാൽ നിങ്ങൾ ചിന്തിച്ചോളണം, പിന്നിലുള്ളത് അഹഹഹയുടെ പിന്നിലുള്ളത് അത് പിശാചാണ്, അത് പന്ന പിശാചാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യമാണ് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. 2, ദൈവത്തോട് യാചിക്കുക. അതാണ് പോയിന്റ്. ദൈവത്തോട് യാചിക്കുക. എപ്പോഴാണ് യാചിക്കുവാൻ കഴിയുന്നത്? നിങ്ങൾ റോഡ് വക്കിൽ നിൽക്കുന്ന ഒരു യാചകനെ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങളോട് അവൻ കൈ നീട്ടുന്നത് എപ്പോഴാ? നിങ്ങളെക്കാൾ വലിയവനാണ് അവനെന്നൊരു ബോധ്യം അവനുള്ളപ്പോഴാണോ കൈ നീട്ടുന്നത്? അല്ല. നിങ്ങളുടെ മുമ്പിൽ അവനൊന്നുമല്ല, അവന് പേരില്ല, പെരുമയില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ സാറേ, അപ്പാ, അമ്മ എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാ? അവനൊന്നുമല്ല. യാചിക്കുക. ദൈവത്തോട് അങ്ങനെ യാചിക്കണം. എന്തിനു വേണ്ടി? പരിശുദ്ധാത്മാവിന് വേണ്ടി. അല്ലാതെ ഞാൻ അങ്ങനെയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിഞ്ഞ് താ എന്ന് പറയുമ്പോൾ ദൈവം ഒരു പൊതിയിൽ കെട്ടി ഇട്ട് കൊടുക്കത്തില്ല. ദാനമാണ്. ഓ താങ്ക് ഗോഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദാനമാണ് തരുന്നത്. ദാനം എങ്ങനെയാണ് കിട്ടുന്നത്? യാചിക്കുമ്പോഴാണ് കിട്ടുന്നത്. യാചിക്കുക. അപ്പോൾ ദൈവത്തോട് യാചിക്കുക. യാചിക്കണമെങ്കിൽ നമ്മളെ അങ്ങ് കളയണം. ഞാൻ എന്തോ ആണ് അതെല്ലാം അങ്ങ് കളയണം. നിങ്ങൾ പോകുന്ന പള്ളി, നിങ്ങളായിരിക്കുന്ന സഭ, നിങ്ങളായിരിക്കുന്ന സംഘടന, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ പഠനം, ഇതെല്ലാം മാറ്റിവെച്ച് ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് പറഞ്ഞ് യാചിക്കുവാൻ തുടങ്ങണം. 2 കാര്യങ്ങൾ. 1 ഉത്തരവാദിത്തം, 2 യാചന. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്, അത് പ്രാർത്ഥനയ്ക്ക് ശേഷം. അപ്പോൾ ഈ 2 കാര്യങ്ങളും ശ്രദ്ധിക്കുമല്ലോ. ഇനി ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ച ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഞാനത് എത്ര പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും വിധത്തിൽ ഞാനത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളത് കാണാപ്പാഠമായിട്ട് പഠിക്കുക, ബൈ ഹാർട്ട് ആക്കി. നിങ്ങൾ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ, എല്ലാ പ്രാർത്ഥനയുടെയും കൂട്ടത്തല്ല, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉപവസിക്കുന്ന ദിവസം, ആ ദിവസം നിങ്ങൾ ഈ വചനം തന്നെ ചൊല്ലി 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 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ഞാൻ പ്രാപിച്ചതുപോലെ ഈ വചനം ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഒരു സമയത്തിൻ്റെ ആഹാരമായിരുന്നു. ആ പ്രാർത്ഥന നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. പ്രാർത്ഥന ഇതാണ്. വേണമെന്നുള്ളവർ എഴുതിയെടുത്തോളുക കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രാർത്ഥന. യേശുവേ, ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് നൽകുവാൻ മടിക്കാത്തതുപോലെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ അങ്ങയോട് ഒരു മനസ്സോടെ അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നീ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ശക്തരാക്കി മാറ്റണമേ. അപ്പോൾ എന്താ പ്രാർത്ഥിക്കുവാനുള്ളത്? യേശുവേ, ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് നൽകുവാൻ മടിക്കാത്തതുപോലെ നൽകുവാൻ മടിക്കാത്തതുപോലെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ അങ്ങയോട് ഒരു മനസ്സോടെ അപേക്ഷിക്കുമ്പോൾ, ഒരു മനസ്സ്, അതാണ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു തരാം. ഒരു മനസ്സോടെ അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ശക്തരാക്കി തീർക്കണമേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ബലഹീനരായിരിക്കുന്ന നമ്മൾ
ശക്തരായി മാറും. ബലഹീനരായിരിക്കുന്ന നമ്മൾ എങ്ങനെ ശക്തരായി മാറും? നോക്കി, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ ദൈവത്തിൻ്റെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുവാൻ വേണ്ടി ഭയന്ന് ഒളിച്ചായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവർ ഒരു മനസ്സോടെ, കൂട്ടായ്മയാണ് മൂന്നാമത്തെ കാര്യം, ഒരു മനസ്സോടെ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ചിലർക്കൊരു സങ്കടം, അയ്യോ ദൈവദാസനെ ഇങ്ങനെ എൻ്റെ ആവശ്യം പറഞ്ഞ് എനിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ഒരു കൂട്ടായ്മയില്ലല്ലോ. ആ കൂട്ടായ്മയ്ക്കൊപ്പമാണ് നിങ്ങളായിരിക്കുന്നത്. പ്രൈസർ ഫാമിലി നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന, നിങ്ങളെ ശക്തരാക്കി മാറ്റുവാൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയാണ്. അതെ, ആ കൂട്ടായ്മയിൽ, ആ കുടുംബത്തിൽ, പ്രൈസർ ഫാമിലി എന്ന കുടുംബത്തിൽ നിങ്ങളായിരിക്കുന്നു. നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. കർത്താവ് നിങ്ങളെ നിറയ്ക്കും, തൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കും. നോക്കിയേ, അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരിക. 2:4 അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2:43 എത്തുമ്പോൾ വചനം പറയുന്നു, അവരെ ഭയപ്പെടുത്തിയവരെല്ലാം ഭയപ്പെടുവാൻ തുടങ്ങി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ തുടങ്ങി. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവർ പ്പെട്ടവർ അവരെ കണ്ട് ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. അവരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനായി തുടങ്ങി. അപ്പോൾ ആ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആളായി നിങ്ങൾ മാറുവാൻ, ശക്തരായി മാറുവാൻ, പണിയപ്പെടുവാൻ, യേശുവിൻ നാമത്തിൽ പണിയപ്പെടുവാൻ, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആലയമായി, മന്ദിരമായി പണിയപ്പെടുവാൻ. അങ്ങനെയല്ലേ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത് സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങൾ, 6-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന്. എപ്പോഴാണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നത്? മീൻസ് സഭയാകുന്നത് എപ്പോഴാ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ, നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുമ്പോൾ നിങ്ങൾ സഭയായി മാറും. ആ സഭയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, പാതാള ഗോപുരങ്ങൾ ആ സഭയെ ജയിക്കത്തില്ല. അതെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചെടുക്കുമ്പോൾ ഒരു പന്ന പിശാചും നിങ്ങളെ തകർക്കത്തില്ല. അതേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങൾ പണിയുന്നുണ്ട്, പലതും പണിയുന്നുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പണിയുന്നുണ്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പണിയുന്നുണ്ട്. പക്ഷേ അതിനൊരു പൂർത്തീകരണം ഉണ്ടാകുന്നതിന് മുമ്പേ പിശാച് അതിനെ പൊളിച്ചു കളയുന്നു. ആ പിശാചിന് പൊളിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത വിധത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നല്ല ഭാവിയെ, നിങ്ങളുടെ സ്വപ്നങ്ങളെ, നല്ല നാളെ പണിതെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സഭയായി മാറുന്ന നിങ്ങൾ ശക്തരായി മാറും. അതേ, പാതാള ഗോപുരങ്ങൾക്ക് നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല. ആ ജോലി സ്ഥലത്ത് സഹോദര, സഹോദരി, ഒരു പിശാചിനും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. അതെ, നിന്നെ അവിടെ നിർത്തത്തില്ല എന്ന്, ആ നന്മ കൊണ്ട് നിന്റെ മക്കളെ പഠിപ്പിക്കത്തില്ല എന്ന്, വീട് വയ്ക്കത്തില്ല എന്ന്, അതെ ആ കടം തീർക്കത്തില്ല എന്ന്, നീ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന, നിന്നെ പൊളിച്ചു കളയുവാൻ എഴുന്നു നിൽക്കുന്ന ആ ശത്രുവിനെ ജയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തനാക്കി തീർക്കും. അതെ, പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവിനായി പ്രാർത്ഥിക്ക്. ഇന്നു മുതൽ നിന്റെ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനായി ആയിത്തീരട്ടെ. നിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുമ്പോൾ, അയ്യോ എനിക്കിനി വയ്യ, ഇനി പ്രാർത്ഥിക്കുവാൻ വയ്യ, എത്ര ദിവസമായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ല, അയ്യോ വീണ്ടും പ്രശ്നം കൂടി വരിക, അയ്യോ എന്തു ചെയ്യും? പേടിയാ, ആ പേടി മാറും. പൗലോസ് അപ്പോസ്തലനെ പോലെ നീ പറയും, ഓ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും ഞാൻ സകലത്തിനും ശക്തനാകുന്നു. ആ ശക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഈ ദിവസങ്ങളിൽ ഇത്രമാത്രം ശക്തിയോടെ നിർത്തിയിരിക്കുന്നത്. 2022 അനുഗ്രഹത്തിന്റെ വർധനവിന്റെ വർഷമെന്ന വാക്തത്വം കേട്ട് ഇറങ്ങി വർധനവുള്ളത് കൊണ്ട് തന്നെ പിശാച് തൊട്ടു, അവൻ നുറുക്കി, ചർച്ചിന്റെ ഉയരിൽ നിന്ന് താഴെ വീണു, ആ നട്ടലിൽ 3 ഫ്രാക്ചർ ഉണ്ടായി. അതേ, ആശുപത്രി കിടക്കയിലായി. അവിടെ കിടത്തുവാൻ ശത്രു നോക്കി. വർധനവെന്ന വാക്തത്വം ഉള്ളത് കൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ എന്ന് പറഞ്ഞ് ആ താഴ്ചയിൽ നിന്ന്, ആ വീഴ്ചയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റു. അതേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിലുള്ളത് കൊണ്ട് നിങ്ങളോട് ഇപ്പോൾ ഇങ്ങനെ ഇടതടവില്ലാതെ സംസാരിക്കുന്ന ഈ ശബ്ദത്തെ ഇല്ലാതാക്കുവാൻ തൊണ്ടയിൽ ഒരു ട്യൂമറായി നിങ്ങൾക്കറിയാമല്ലോ പിശാച് പിന്നെയും ബാധിച്ചു. വെറും 3 മാസത്തിന് അകത്താകുന്നതേ ഉള്ളൂ. അവിടെ നിന്നും ഞാൻ എഴുന്നേറ്റു. ആ താഴ്ചയിൽ ഇരിപ്പാനും കർത്താവ് എനിക്ക് ശക്തി നൽകി. ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ആ അവസ്ഥയെ ജയിക്കുവാൻ മതിയായവനായി തീർന്നു. അതെ, അതുകൊണ്ട് നിങ്ങളോട് ഇപ്പോഴും ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ നിറയപ്പെട്ടതുകൊണ്ട്. അതേ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ നിറയപ്പെടുവാൻ പ്രാർത്ഥിക്കണം. അവിടെ ആ ജോലി സ്ഥലത്ത്, ആയിരിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാലോ, യേശുവേ, ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് നൽകുവാൻ മടിക്കാത്തതുപോലെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അങ്ങയോട് ഒരു മനസ്സോടെ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ശക്തരാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുമ്പോൾ ആ ശത്രുവിനെ
ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ശക്തനാക്കി തീർക്കും. നിന്നെ ഭയപ്പെടുത്തുന്ന ശത്രു നിന്നെ കണ്ട് ഭയപ്പെടുവാൻ തുടങ്ങും. അതെ, നിന്നെ അവിടെ നിന്ന് ഓടിക്കുവാൻ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ഉയർത്തുന്ന ആ ശത്രു നിന്നെ കണ്ട് ഭയപ്പെടുവാൻ ആമേൻ പ്രാർത്ഥിക്കുക. ആ ശത്രു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, നീ ശക്തനായി മാറുമ്പോൾ ആ ശത്രു ഭയപ്പെടുവാനായിട്ട് തുടങ്ങും. സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തെ തകർത്ത് കളയുവാൻ തക്കവണ്ണം എഴുന്നു നിൽക്കുന്ന പാതാള ഗോപുരങ്ങൾ, അതേ പിശാചിന്റെ കൊത്തളങ്ങൾ നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുമ്പോൾ, നീ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ, സ്തോത്രം, ആ ഗോപുരങ്ങൾ, ആ കൊത്തളങ്ങൾ തകരുവാനായി തുടങ്ങും. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ തക്കവണ്ണം പിശാച് കെട്ടി ഉയർത്തിയ കൊത്തളങ്ങളെ ദൈവം തകർക്കുവാനായി തുടങ്ങും. അതിനുവേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണം? ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക സഹോദരി, മടി കൂടാതെ പ്രാർത്ഥിക്കാം. 3 കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടല്ലോ, അത് ക്ലിയർ ആക്കിയിട്ട് പ്രാർത്ഥിക്കണം. അത് ക്ലിയർ ആക്കിയിട്ട് പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ മതി. ഉത്തരവാദിത്തം നിറവേറ്റുക, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, യാചിക്കുവാനുള്ള മനസ്സ്, അതൊക്കെ അങ്ങ് വിട്ടുകളയുക. നിനക്ക് ജോലിയുണ്ട്, ആ രാജ്യത്താണ്, നീ അതാണ് ഇതാണ് എല്ലാം ഓക്കെ, എൻ്റെ പൊന്ന് പെങ്ങളെ എല്ലാം നല്ലത് തന്നെ. അതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലൊന്ന് യാചിക്കാൻ തയ്യാറാകും. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ മുമ്പിലൊന്ന് യാചിക്കുവാൻ തയ്യാറാകും. കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ കൂടെയുണ്ട്. റെഡിയാണല്ലോ? തുടങ്ങിയാലോ? യേശുവേ, ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് നൽകുവാൻ മടിക്കാത്തതുപോലെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അങ്ങയോട് ഒരു മനസ്സോടെ അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ ശക്തരാക്കി മാറ്റണമേ. നീ എന്നെ ശക്തയാക്കി മാറ്റണമേ. എൻ്റെ ഭർത്താവിനെ എന്നിൽ നിന്ന് അകറ്റുന്ന, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സംശയവും കലഹവും ഉണ്ടാക്കുന്ന പന്ന പിശാചിനെ ജയിക്കുവാൻ തക്കവണ്ണം നീ എന്നെ ശക്തയാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ കുടുംബത്തിനകത്ത് കടന്നു വരുന്ന പ്രശ്നങ്ങളിൽ തളർന്ന് പിന്മാറി പോകാതെ, പ്രാർത്ഥന നിർത്താതെ ഉറച്ചു നിൽക്കുവാൻ, അങ്ങ് തരുന്ന സന്തോഷത്തിൽ സന്തോഷിക്കുന്നത് പോലെ ദുഃഖത്തിൽ തളർന്നു പോകാതെ ഉറച്ചു നിൽക്കുവാൻ, അതിലും സന്തോഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവേ നീ എനിക്ക് ശക്തി പകരണമേ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക സഹോദരി. ആമേൻ. എനിക്കറിയത്തില്ല, നിന്റെ മേൽ ആ ശക്തി പകരപ്പെടുക സഹോദരി, നിന്റെ മേൽ ആ ശക്തി പകരപ്പെടുക. നിന്റെ കുടുംബജീവിതത്തെ പണിതുയർത്തുവാൻ തക്കവണ്ണം നിന്റെ മേൽ ശക്തി പകരപ്പെടുക. നിന്റെ ഭർത്താവ് മടങ്ങി വരിക, നിന്റെ ഭാര്യ മടങ്ങി വരിക. സഹോദര, നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ അകന്നുപോയി നിന്റെ ഭാര്യ മടങ്ങി വരിക. നിന്നെ ഭയപ്പെടുത്തിയ ശത്രു ഭയപ്പെടുവാൻ പോകുക. നിന്റെ കുടുംബത്തെ തകർത്ത് കളയുവാൻ തക്കവണ്ണം നന്മ കണ്ടിട്ട്, നിന്റെ ഭാര്യയുടെ കയ്യിൽ പെട്ടെന്ന് ജോലി കിട്ടി, അവളുടെ കയ്യിൽ വന്ന നന്മകൾ കണ്ടിട്ട്, അത് തന്നെ സഹോദരി, നിന്റെ ഭർത്താവിന് ഒത്തിരി ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ ഞങ്ങളുടേതാക്കി മാറ്റണമെന്ന് പറഞ്ഞ് സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെ കൂടെ ചേർന്ന് നിന്ന് വലിച്ചുകൊണ്ട് പോകുന്ന ചിലർ നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോകുക. ഇപ്പം നിന്നെ കാണുമ്പോൾ ഒരു പുച്ഛം, അവൾ നടക്കുന്നു, അവളുടെ സന്തോഷം ഞങ്ങൾക്കൊന്ന് കാണണമായി എന്ന് പറയുന്ന ആ പന്ന പിശാചുക്കൾ നിന്നെ കണ്ട് പായുവാൻ പോകുക. യെസ്, റെഡിയാണോ? അഭിഷേകത്താൽ നിറയുവാൻ റെഡിയാണോ? ആവർത്തിച്ച് ഇന്ന് മുതൽ സമയം വേർതിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെടുവാൻ. ആമേൻ. മാതാവേ, പിതാവേ, സ്തോത്രം. ജയിക്കത്തില്ലെന്നേ ആ പാതാള ഗോപുരങ്ങൾ, അവരെ പരാജയപ്പെടുത്തി ഒതുക്കിക്കൂട്ടിയിരിക്കുക. പുറത്തു വരുവാൻ കഴിയുന്നില്ല, വിദ്യാഭ്യാസത്തിന് പൂർത്തീകരണം ഉണ്ടാകുന്നില്ല, നല്ല അഡ്മിഷൻ കിട്ടുന്നില്ല, പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല, ഒന്നുമില്ലാത്ത അവസ്ഥ, താഴ്ചയുടെ അവസ്ഥ, തകർന്നു പോകുന്ന താഴ്ചയുടെ അവസ്ഥ. സ്തോത്രം. പിശാച് ജയിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. മറ്റുള്ളവർ പരിഹസിക്കുന്നു, കളിയാക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതം എന്തായിത്തീർന്നു? അവരെവിടെ എത്തി? ഒരിടത്തും എത്തിയില്ല. എന്തായെന്ന് അറിയുവാൻ പാടില്ല. കൂടെ ഇല്ല, മക്കൾ കൂടെ ഇല്ല. നിന്നിൽ നിന്ന് ഒരുപാട് അകലെയായി പോയിരിക്കുന്നു. ദുർസ്വഭാവങ്ങൾ, ദുശീലങ്ങൾ അകന്നു പോയിരിക്കുന്നു. അത് നിന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. പ്രാർത്ഥിക്കുവാൻ പോലും കഴിയുന്നില്ല. പലപ്പോഴും വേദപുസ്തകം പോലും എടുത്തെറിഞ്ഞ ഒരു ഭ്രാന്തിയെ പോലെ മുറിക്കകത്തിരുന്ന് കരയുന്ന മാതാവേ, നിന്നോടാ, ഇനി ആത്മഹത്യ മാത്രമെന്ന് ചിന്തിച്ച് കരയുന്ന നിന്നോടാ പ്രാർത്ഥിക്കുക. ഇന്ന് നീ പ്രാർത്ഥിക്കേണ്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയാ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. തലമുറയെ കുറിച്ചോർത്തുള്ള നിന്റെ വേദനയ്ക്ക് കർത്താവ് ആർതി വരുത്തും. ആ പാതാള ഗോപുരത്തെ നീ ജയിക്കും. അത് നിന്റെ തലമുറയെ ജയിക്കത്തില്ല, അത് നിന്റെ തലമുറകളെ ജയിക്കത്തില്ല. അതെ, നീ അതിനെ ജയിക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? യേശുവേ, ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് നൽകുവാൻ മടിക്കാത്തതുപോലെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അങ്ങയോട് ഒരു മനസ്സോടെ സഹോദരി, നിനക്കൊപ്പം ഞങ്ങളുണ്ട്. ഒരു മനസ്സോടെ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ, പ്രതിഫലമായി കിട്ടേണ്ടതല്ല, ദാനത്തെ, യാചിക്കുന്നവന് കൊടുക്കുന്ന ദാനത്തെ എൻ്റെ മേൽ അങ്ങ് പകരണമേ. പ്രാർത്ഥിക്കുക സഹോദരി, പ്രാർത്ഥിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെടുവാൻ പോകുക. ആ തലമുറയെ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിടുവിക്കുവാൻ പോകുക. ആ ബന്ധനം വഴി യേശുവിൻ നാമത്തിൽ തലമുറയുടെ മേൽ വാദിച്ചു വെല്ലുവിളിക്കുന്ന പോരുകളും പോരാട്ടങ്ങളും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ.
ഓ യെസ് യെസ്, പ്രാർത്ഥിക്കുക. ആ ബന്ധനം അഴിയുക, ആ മദ്യപാന ബന്ധനം അഴിയുക, ആ കൂട്ടുകെട്ട് തകർക്കപ്പെടുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ ഭയപ്പെടുന്ന, നിന്നെ ഭയപ്പെടുത്തുന്ന ശത്രു നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോകുക. ആ മദ്യപാന കൂട്ടുകെട്ടുകൾ നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോകുക. അവരിനി ആ കാമ്പൗണ്ടിനകത്ത് കടക്കത്തില്ല, നിന്റെ കാമ്പൗണ്ടിനകത്ത് കടക്കത്തില്ല. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് ഗോഡ്. ആമേൻ ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ. റെഡിയാണോ? എത്ര ആശുപത്രിയായി, എവിടെയൊക്കെ കയറിയിറങ്ങി നടക്കുന്നു. രോഗത്തിന് വല്ല കുറവുണ്ടോ? തിരികെ വരാൻ കഴിയുന്നുണ്ടോ? ആശുപത്രി പോയാൽ പിന്നെ അത് സ്വന്തം വീട് പോലെ അങ്ങായി മാറുകയാ. കടം വാങ്ങി രോഗം ചികിത്സിച്ച് വല്ലാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നത് നിന്നോട് തന്നെ. റെഡിയാണോ? അവൻ്റെ ആത്മാവിനായി പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? നിന്നെ തകർത്തിരിക്കുന്ന, നിന്നെ രോഗിയാക്കി മാറ്റിയിരിക്കുന്ന ആ പാതാള ഗോപുരം നിനക്ക് മുമ്പിൽ പരാജയപ്പെടുവാൻ പോകുക. പന്ന പിശാച് നിനക്ക് മുമ്പിൽ പരാജയപ്പെടുവാൻ പോകുക. ആ രോഗം നിന്നെ വിട്ട് ഓടിപ്പോകുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ ഭയപ്പെടുത്തുന്ന ആ രോഗത്തെ ജയിക്കുവാൻ, ആ രോഗം നിന്നെ കണ്ട് ഭയപ്പെടുവാൻ പോകുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ഇനി പ്രാർത്ഥന നീ മതിയാക്കത്തില്ല, ഇനി ആരാധന ഉപേക്ഷിക്കത്തില്ല, ഇനി ഉപവസിക്കാതിരിക്കത്തില്ല. ഓ യെസ്, യേശുവിൻ നാമത്തിൽ പിശാച് ചമ്മിപ്പോകാൻ പോവുകയാണ്. ഇപ്പൊ പിശാച് ചിരിക്കുക. ദൈവസന്നിധിയിൽ നിന്നിട്ടെ ഞാനൊന്ന് തൊട്ടതേ ഉള്ളൂ, അവള് കണ്ട പ്രാർത്ഥനയെ നിർത്തി ധാരാപാര നടക്കുന്നേ കുറ്റവും പറഞ്ഞ്. ചിരിക്കാൻ അനുവദിക്കരുതേ. പിശാചിന് ചിരിക്കാൻ അനുവദിക്കരുതേ. പ്രാർത്ഥിക്ക്, ആത്മാവിൻ്റെ ശക്തിക്കായി പ്രാർത്ഥിക്ക്. ഇത് പോരാ. ആമേൻ, ഇത് പോരാ. പ്രാർത്ഥിക്ക്. യേശുവേ, ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വേണ്ടതെന്ന്, യേശുവേ, ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് നൽകുവാൻ മടിക്കാത്തതുപോലെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ അങ്ങയോട് ഒരു മനസ്സോടെ അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ ഞങ്ങളുടെ മേൽ പകർന്നു ഞങ്ങളെ ശക്തരാക്കി തീർക്കണമേ. ആ രോഗക്കിടക്കയിൽ നിന്ന് തിരികെ വരുവാൻ ശക്തി നൽകണമേ. ആ രോഗത്തെ ജയിക്കുവാൻ ശക്തി നൽകണമേ. പ്രാർത്ഥിക്കുക സഹോദര, പ്രാർത്ഥിക്കുക സഹോദരി, മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളുടെ മേൽ ആ ശക്തി പകരപ്പെടുക. ആശുപത്രിയിൽ നിന്ന് അവർ ഭവനത്തിലേക്ക് കടന്നു വരിക. ആ രോഗം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുക. ഓ ആമേൻ. രോഗം സൗഖ്യമാകുക. ആ രോഗബന്ധനം അഴിയുക. പ്രാർത്ഥിക്കുക. ഓ സ്തോത്രം. ആ പരാജയം, ആ തകർച്ച, ആ നഷ്ടം, ഓ സ്തോത്രം. നിന്റെ സ്ഥാപനത്തിൻ്റെ, നിന്റെ കടയുടെ കടക്കാരിയായി, ബാധ്യതക്കാരിയായി പുറത്തു വരുവാൻ കഴിയുന്നില്ല. സഹിച്ച് ഇനി ആത്മഹത്യ മാത്രം. ഓ മക്കളോട് ദേഷ്യമാണ്, ഭർത്താവിനോട് ദേഷ്യമാണ്, കാണുന്നവരോടെല്ലാം ദേഷ്യമാണ്. പ്രാർത്ഥനയ്ക്ക് പോകുവാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല. വല്ലാത്തൊരവസ്ഥ. പിശാച് ചിരിക്കുവാൻ ഇട കൊടുക്കരുത്. പ്രാർത്ഥിക്കുക. കടമെന്ന പാതാള ഗോപുരം നിന്നെ ജയിക്കത്തില്ല. നീ ആ കടത്തെ തകർക്കുവാൻ പോകുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീ നിറയപ്പെടുമ്പോൾ ആ പാതാള ഗോപുരത്തെ, കടമെന്ന പാതാള ഗോപുരത്തെ നീ ജയിക്കുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്നെ ശക്തനാക്കുന്ന, പ്രതിയോഗിയുടെ മുമ്പിൽ നിവർന്നു നിൽക്കുവാൻ തക്കവണ്ണം നിന്നെ ശക്തനാക്കി മാറ്റുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? പ്രാർത്ഥിക്ക്. ആ ഒരു മനസ്സോടെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രാർത്ഥിക്ക്. യേശുവേ, ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടത് നൽകുവാൻ മടിക്കാത്തതുപോലെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ അങ്ങയോട് ഒരു മനസ്സോടെ അപേക്ഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനത്തെ നീ എൻ്റെ മേൽ പകർന്ന്, സഹോദര പ്രാർത്ഥിക്കൂ, നീ എൻ്റെ മേൽ പകർന്ന് എന്നെ ശക്തനാക്കി തീർക്കണമേ. കടക്കാരെ ജയിക്കുവാൻ എന്നെ ശക്തനാക്കി തീർക്കണമേ. കടത്തെ ജയിക്കുവാൻ എന്നെ ശക്തനാക്കി തീർക്കണമേ. കടത്തിൽ ഞാൻ ഒടുങ്ങി പോകാതിരിക്കുവാൻ, എനിക്കുള്ള വിലപ്പെട്ടത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ എന്നെ ശക്തനാക്കി മാറ്റണമേ. ആ ജപ്തി നീങ്ങിപ്പോകുക. യേശുവിൻ നാമത്തിൽ പരീക്ഷക്കാരുടെ മുമ്പിൽ നീ തലകുനിക്കുന്ന അവസ്ഥ മാറുക. ആ കടഭാരത്തിൽ നീ പുറത്തു വരുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പ്രാർത്ഥിക്കുക. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ കളി മാറും. ആമേൻ. അപ്പോൾ പണ്ട് ഇതുപോലെയായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. എല്ലാത്തിനും പേടി, എല്ലാത്തിനും ടെൻഷൻ. അയ്യോ എന്തായിത്തീരും, അയ്യോ നാളെ എന്തായിത്തീരും, ഇങ്ങനെ പോയി എന്തായിത്തീരും. ശക്തി പകരപ്പെട്ടപ്പോൾ എന്താവാനാ? ദൈവത്തിന്റെ ശക്തി എൻ്റെ മേൽ, ആമേൻ, സ്വർഗീയനായവൻ എൻ്റെ ഉള്ളിലുണ്ട്. ഈ മൺപാത്രത്തിൽ നിറയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. അവൻ ആർക്ക് എന്നെ എന്ത് ചെയ്യുവാൻ കഴിയും? പ്രശ്നമില്ലെന്നല്ല, താഴ്ച ഉണ്ടെന്നേ. താഴ്ചയിലും ചിരിച്ചുകൊണ്ടിരിക്കും, സമൃദ്ധിയിലും ചിരിച്ചുകൊണ്ടിരിക്കും. രണ്ട് വന്നാലും, താഴ്ച വന്നാലും സമൃദ്ധി വന്നാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുക. എന്ത് സംഭവിച്ചാലും ഉറച്ചു നിൽക്കുക. ഈ വചനം ആവർത്തിച്ച് ചൊല്ലി ഇത് കാണാപ്പാടമാക്കുക, ബൈഹാർട്ടാക്കി. ഇത് ഞാൻ എഴുതി വെച്ച് നിങ്ങളുമായി പങ്കുവെച്ചത്. ഞാനല്ലാതെ പറഞ്ഞാൽ ഇത് പലപ്പോഴും ചെറിയ മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കുവാനോ കാണാതെ പഠിക്കുവാനോ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് ബൈഹാർട്ട് ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെപ്പോലെ കഷ്ടതയിലായിരിക്കുന്നവർക്ക്, പിശാചിനെ ജയിക്കുവാൻ കഴിയാതെ പല നിലകളിൽ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർക്ക് ഈ മെസ്സേജ് പ്രാർത്ഥന ഷെയർ ചെയ്ത് കൊടുക്കുക. അവരെയും പ്രാർത്ഥിപ്പിക്കുക. നിങ്ങൾ അറിയുന്നവരുമായി
പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥനകൾക്കൊപ്പം അത് തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. സ്തോത്രം. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്കൊരു കൂട്ടായ്മ ഉള്ളതുപോലെ നിങ്ങൾ പരസ്പരം ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ അറിയുന്നവരുമായി ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക. ആ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുവാൻ സിസ്റ്റർ വിജിയുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 8 മണിയാകുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. അതിനോടൊപ്പം നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക, ഒരു മനസ്സോടെയുള്ള കൂട്ടായ്മ. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്കുള്ളതുപോലെ ഒരു കൂട്ടായ്മ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, എവിടെ ആയിരുന്നാലും, ജോലി സ്ഥലത്തായിരിക്കാം, വിദേശത്തായിരിക്കാം, എവിടെ ആയിരുന്നാലും അവിടെ ഒരു കൂട്ടായ്മ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. ഞങ്ങൾ ഒപ്പമുണ്ട്. ഒരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് പോകുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന്. ഒന്നും കൊണ്ട് പേടിക്കേണ്ട. കർത്താവ് നിങ്ങളെ ശക്തരാക്കി തീർക്കും. നിങ്ങൾ ശക്തി പ്രാപിക്കും. എല്ലാ ഞായറാഴ്ചയും 10 മുതൽ നമ്മുടെ സഭാരാധനയുടെ ലൈവ് സ്ട്രീമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ. മറ്റൊരു സഭാരാധനയ്ക്ക് പോകുവാൻ കഴിയാത്തവർ ലൈവ് സ്ട്രീമിനൊപ്പം പങ്കുചേരുക. അതുപോലെ തന്നെ ആരാധനയ്ക്ക് പോകുന്നവർ അത് കഴിഞ്ഞ് പങ്കുചേരുമല്ലോ, ചേരണേ. ഒപ്പം നിങ്ങൾക്കൊരു ആരാധന, ഒരുമനപ്പെട്ട് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി ശക്തി പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു ആരാധന നിങ്ങൾക്ക് ലഭിക്കുന്നില്ല, അങ്ങനെ ഒരു സഭയിൽ നിങ്ങൾ കടന്നു പോകുന്നില്ല എങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് സ്വാഗതം. അല്പം ദൂരെ ആയിരുന്നാലും നിങ്ങൾ കടന്നു വരുന്നത് നിങ്ങൾക്ക് നഷ്ടമായി മാറത്തില്ല. ശക്തനാകുന്ന നിങ്ങളെ ശക്തരാക്കി തീർക്കും. ആ ശക്തന്മാരുടെ കൂട്ടത്തിനൊപ്പമായിരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. എന്നാൽ കണ്ടോ, വിശ്വാസ കർത്താവ് നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കുവാനും അതിന് തക്കവണ്ണം പിന്മാറിപ്പോകാതെ മടുത്തു പോകാതെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇവരുടെ മേൽ പകർന്ന് ഇവരെ അങ്ങ് ശക്തരാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവേ, അപ്പാ, ആ ശക്തി ഇവരുടെ മേൽ പകരട്ടെ. ഞങ്ങൾ ഒരു മനസ്സോടെ യാചിക്കുമ്പോൾ ആ ശക്തി പകരപ്പെടട്ടെ. ആ ശക്തിയാൽ തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി തീരട്ടെ. ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം ഇവർ പ്രാപ്തരായി തീരട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല വെല്ലുവിളികൾ വഴിയിട്ട് പ്രാർത്ഥിക്കും. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പ്രതികൂലങ്ങൾ വിട്ടുമാറട്ടെ. ജോലി മേഖല, തൊഴിൽ മേഖല അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശപ്പാ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പോൾ അങ്ങ് സൗഖ്യമാക്കണം. വിട്ടുമാറാതെ വർഷങ്ങളായി അനുഭവിക്കുന്ന വേദനകൾ, വാദസംബന്ധമായ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. സ്ട്രെസ്സുകൾ മാറട്ടെ, ഉറക്കമില്ലായ്മകൾ മാറട്ടെ. ആ കഴുത്ത് തരിപ്പായി പ്രയാസപ്പെടുന്ന സഹോദരി, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുക. ആ ഷോൾഡർ പെയിൻ മാറുക. താങ്ക് യു ലോർഡ്. കാലുറപ്പിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാ. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിച്ചാട്ടെ. കുടുംബജീവിതങ്ങൾ തകർന്ന സഹോദരന്മാർ പ്രാർത്ഥിക്കുക. ഭർത്താവ് മടങ്ങി വരിക, ഭാര്യ മടങ്ങി വരിക. തകർന്നുപോയ കുടുംബജീവിതത്തിൻ്റെ കർത്താവ് പണിതുയർത്തുക. ആമേൻ. യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിന്റെ കുടുംബജീവിതം പണിയപ്പെടുക. പ്രാർത്ഥിച്ചാട്ടെ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരുക. ആ വിവാഹം നടക്കുക, തടസ്സം മാറുക, ജയിച്ചു തുടങ്ങുക, മത്സര പരീക്ഷകൾ ജയിക്കുക, റിസൾട്ടുകൾ ഉണ്ടാകുക. താങ്ക് ഗോഡ്. പഠന വൈകല്യങ്ങൾ മാറുക, അഡ്മിഷനുകൾ ലഭിക്കാത്ത അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുക, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക, ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടുക. അപ്പോൾ അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ കർത്താവ്. ഉദരഫലങ്ങളെ നൽകി മാനിക്കണമേ കർത്താവ്. മക്കൾക്ക് വേണ്ടി എൻ്റെ ദൈവം അങ്ങ് പ്രവർത്തിക്കണമേ. സ്വന്തം ഭവനങ്ങളില്ലാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ ഭവനങ്ങളെ നൽകണമേ. പണിതുയർത്തുവാൻ വഴികളെ തുറക്കണമേ. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ, വിൽപ്പനകൾ നടക്കട്ടെ, വാങ്ങലുകൾ നടക്കട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, എല്ലാ കടഭാരങ്ങളും മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ശത്രുവിന് മുമ്പിൽ ഭയപ്പെട്ട് ഇനി ആത്മഹത്യ എന്ന് ചിന്തിക്കുന്നവർ ഉറച്ചു നിന്ന് ആ കടത്തിൽ നിന്ന് പുറത്തു വരട്ടെ. ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ അവരെ അങ്ങ് നിറയ്ക്കണം. യേശുവിൻ നാമത്തിന് അപ്പുറം പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ആ വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പോരുകൾ അഴിയട്ടെ. അപ്പാ, ഇന്ന് പകലിലും കർത്താവെ അങ്ങ് അടിയന് നൽകിയ ആ പ്രാർത്ഥന അടിയൻ അങ്ങയുടെ ആത്മാവിനാൽ ഇവരോട് പങ്കുവച്ചു. ഇവർ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗം കൃപ നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ പറക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദിവസം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും
ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.